ഇപ്പോൾ വരുന്ന പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് കെ.എം. ഷാജഹാന് ജാമ്യം ലഭിച്ചിരിക്കുന്നു. എറണാകുളം CJM കോടതിയാണ് ജാമ്യം നൽകിയത്. കഴിഞ്ഞ ദിവസമാണ് KJ ഷൈന്റെ പരാതിയുമായി ബന്ധപ്പെട്ട് കെ.എം. ഷാജഹാനെ കസ്റ്റഡിയിലെടുത്തിരുന്നത്. ഇന്നും ഷാജഹാന്റെ വീട്ടിൽ നിന്ന് മകന്റെ ലാപ്ടോപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ പരിശോധന നടത്തുകയായിരുന്നു അന്വേഷണ സംഘം. ഇപ്പോൾ കെ.എം. ഷാജഹാന് കേസിൽ ജാമ്യം ലഭിച്ചിരിക്കുന്നു. സിജോ വർഗീസ് ചേരുന്നുണ്ട്. സിജോ, വിവരങ്ങൾ. ധന്യ, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ കേസിൽ കെ.എം. ഷാജഹാന് ജാമ്യം ലഭിച്ചിരിക്കുന്നു. എറണാകുളം CJM കോടതിയാണ് ജാമ്യം നൽകിയിരിക്കുന്നത്. ഇന്നലെ KJ ഷൈൻ നൽകിയ പുതിയ പരാതിയിലാണ് കെ.എം. ഷാജഹാനെ പോലീസ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. ഇന്നലെ രാത്രി തിരുവനന്തപുരത്തെ വീട്ടിൽ നിന്നാണ് കെ.എം. ഷാജഹാനെ പോലീസ് കസ്റ്റഡി എടുക്കുന്നതും പിന്നീട് വൈദ്യപരിശോധന അടക്കം പൂർത്തിയാക്കി അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്തത്. പുലർച്ചയോടുകൂടി ആലുവ സൈബർ പോലീസ് സ്റ്റേഷനിലെത്തിയ കെ.എം. ഷാജഹാനെ പോലീസ് ആലുവ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ വിശദമായി ചോദ്യം ചെയ്യുകയും ചെയ്തു. പിന്നാലെ വൈകിട്ടോടുകൂടിയാണ് ഈ എറണാകുളം CJM കോടതിയിൽ കെ.എം. ഷാജഹാനെ ഹാജരാക്കുകയും ചെയ്തത്. പിന്നീട് നടപടിക്രമങ്ങളുടെ ഭാഗമായി കോടതി ചില നിരീക്ഷണങ്ങളും സംശയങ്ങളും പ്രകടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അതായത് അറസ്റ്റ് ചെയ്ത നടപടിയിൽ ചില ചോദ്യങ്ങൾ കോടതി ചോദിച്ചു. ഏറ്റവും പ്രധാനമായും ഈ കേസ് എടുത്ത് അല്ലെങ്കിൽ കേസ് രജിസ്റ്റർ ചെയ്ത് 3 മണിക്കൂറിനകം തന്നെ ഷാജഹാന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി. ചെങ്ങമ്മനാട് പോലീസാണ് അറസ്റ്റ് ചെയ്തത്. ചെങ്ങമ്മനാട് SI എങ്ങനെയാണ് ഈ തിരുവനന്തപുരത്ത് എത്തി ഈ അറസ്റ്റ് രേഖപ്പെടുത്തിയത്, ആരാണ് അറസ്റ്റ് രേഖപ്പെടുത്താനുള്ള അനുവാദം കൊടുത്തത് എന്നാണ് പ്രധാനമായും കോടതി പോലീസിനോട് ചോദിച്ചത്. അതിനുള്ള അധികാരം ഉണ്ടോ എന്ന് കോടതി ചോദിക്കുകയും ചെയ്തു. ഇത് ഈ കേസുമായി ബന്ധപ്പെട്ട് രൂപീകരിച്ച പ്രത്യേക ടീമിലെ അംഗമാണ് ഈ ചെങ്ങമ്മനാട് SI എന്നായിരുന്നു പോലീസ് നൽകിയ ഒരു മറുപടി. എങ്കിൽ ആ ഉത്തരവ് ഹാജരാക്കാനും കോടതി നിർദ്ദേശം നൽകുകയും ചെയ്തു. പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, ഈ റിമാൻഡ് റിപ്പോർട്ടിൽ ലൈംഗിക ചുവയുള്ള ഒരു വാക്ക് കാണിക്കാമോ എന്ന് കോടതി ചോദിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ കുറ്റകൃത്യം ആവർത്തിക്കുകയാണ് കെ.എം. ഷാജഹാൻ എന്ന മറുപടിയാണ് പോലീസ് കോടതിയിൽ നൽകുകയും ചെയ്തത്. ഈ കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യേണ്ട ആവശ്യമുണ്ട്, കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കേണ്ട ആവശ്യമുണ്ടോ എന്നും പോലീസ് കോടതിയെ അറിയിക്കുകയും ചെയ്തു. പക്ഷേ കേസിനാസ്പദമായ വീഡിയോയിൽ എന്താണ് ഈ അശ്ലീലമായിട്ടുള്ള ഒരു പരാമർശം, ആ ഭാഗമോ കാണിക്കാൻ എന്ന് കോടതിയെ ആവശ്യപ്പെടുകയും ചെയ്തു. എന്തായാലും ഇത്തരത്തിൽ ഒരു വീഡിയോ ചിത്രീകരിച്ചിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ ദിവസം ഷാജഹാന്റെ ഫോണും മറ്റും പിടിച്ചെടുത്തിരുന്നു. ഇന്നിപ്പോൾ മകന്റെ ഫോണും ലാപ്ടോപ്പും ഒക്കെ പിടിച്ചെടുത്തിട്ടുണ്ട്. ഇതിൽ നിന്നൊന്നും കണ്ടെത്താൻ പോലീസിനും സാധിച്ചില്ലേ? ധന്യ, പ്രധാനമായും ഈ കണ്ടെടുത്ത വീഡിയോ, ആ വീഡിയോയിൽ എന്താണ് പ്രധാനമായിട്ടുള്ള അശ്ലീല പരാമർശം ഉള്ളത് എന്നാണ് കോടതി ചോദിക്കുന്നത്. പ്രധാനമായും അതിൽ പറഞ്ഞിരിക്കുന്നത് ഇത് അതായത് KJ ഷൈനോടുള്ള ചില ചോദ്യങ്ങൾ മാത്രമല്ലേ അതിനകത്തുള്ളൂ എന്നുള്ള ഒരു വിലയിരുത്തൽ കോടതി നടത്തുകയും ചെയ്തിട്ടുണ്ട്. ഫോണും അതുപോലെ തന്നെ മെമ്മറി കാർഡും അനുബന്ധമായിട്ടുള്ള മറ്റു വസ്തുക്കളെല്ലാം തന്നെ കെ.എം. ഷാജഹാന്റെ വീട്ടിൽ നിന്നും കസ്റ്റഡിയിലെടുത്തിരുന്നു. കഴിഞ്ഞ ദിവസം ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചപ്പോഴും ഇതുമായി ബന്ധപ്പെട്ട മെമ്മറി കാർഡ് കെ.എം. ഷാജഹാൻ പോലീസിനെ കൈമാറുകയും ചെയ്തതാണ്. പിന്നീടാണ് ഈ രണ്ടാമത്തെ വീഡിയോ അല്ലെങ്കിൽ രണ്ടാമത് വീണ്ടും KJ ഷൈന്റെ പരാതിയിൽ പോലീസ് ചടുലമായിട്ടുള്ള ഒരു നീക്കം നടത്തിയത്. ഈ നീക്കം ആണ് കോടതിയിൽ ഒരു സംശയമായി വന്നത് എന്നുള്ളത് നമുക്ക് വിലയിരുത്തേണ്ടി വരും. കാരണം അറസ്റ്റ് രേഖപ്പെടുത്തി മണിക്കൂറിനുള്ളിൽ തന്നെ 3 മണിക്കൂറിനകം തന്നെ ഈ തിരുവനന്തപുരത്ത് ചെങ്ങമ്മനാട് SI എത്തുന്നു, അറസ്റ്റ് രേഖപ്പെടുത്തുന്നു. ഇതെങ്ങനെ സാധിക്കുന്നു എന്നുള്ള ഒരു കാര്യമാണ് പ്രധാനമായിട്ടും ചോദിച്ചത്. മറ്റൊന്നും ഈ പറയത്തക്ക രീതിയിലുള്ള ഒരു അശ്ലീല പരാമർശം അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഒരു കാര്യം ഈ വീഡിയോയിൽ ഉണ്ടോ എന്നുള്ളൊരു സംശയം കോടതി പ്രകടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇത് സാധൂകരിക്കത്തക്ക തെളിവുകൾ പോലീസിന് കോടതിയിൽ ഹാജരാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് നമുക്ക് അനുമാനിക്കേണ്ടി വരും. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് കെ.എം. ഷാജഹാൻ ഉപാധികൾ എന്തൊക്കെയാണ്? ധന്യ, ഇതുമായി ബന്ധപ്പെട്ടുള്ള മറ്റ് നടപടിക്രമങ്ങൾ നടന്നു വരുന്നേ ഉള്ളൂ. ഇതുമായി ബന്ധപ്പെട്ട് ജാമ്യ വ്യവസ്ഥയിൽ പറഞ്ഞിരിക്കുന്നത് സമാനമായ കുറ്റകൃത്യം ഇനി മേലെ ആവർത്തിക്കരുത് എന്ന് പറയുന്നുണ്ട്. ഒപ്പം തന്നെ തെളിവുകൾ നശിപ്പിക്കരുത്. 25,000 രൂപയുടെ ബോണ്ടും 2 ആൾ ജാമ്യവും ആണ് ഇപ്പോൾ കോടതി പറഞ്ഞിരിക്കുന്നത്. ഇത്തരം ഉപാധികളോടുകൂടി തന്നെയാണ് ഈ എറണാകുളം CJM കോടതി കെ.എം. ഷാജഹാന് ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. ഏറ്റവും പ്രധാനമായ ഒരു കാര്യം, ഈ സമാനമായ രീതിയിലുള്ള ഒരു കുറ്റകൃത്യം അല്ലെങ്കിൽ ഈ പറയപ്പെടുന്ന കുറ്റകൃത്യം അതിനി ആവർത്തിക്കരുത്. എന്താണ് കയ്യിലുള്ള നിലവിലുള്ള വസ്തുക്കൾ അത് നശിപ്പിക്കരുത്, തെളിവ് നശിപ്പിക്കരുത്. 25,000 രൂപയുടെ ബോണ്ടും 2 ആൾ ജാമ്യവും. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ കെ.എം. ഷാജഹാന് കോടതി ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. ശരി സിജോ.